3 മിനിമാസ് ലൈറ്റുകളുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട MLA-യും ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയായിട്ടുള്ള രാജേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാഷും ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട MLA-യുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ ഈ വാർഡിനകത്ത് 3ാമത്തെ മിനിമാസ് ലൈറ്റിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൂടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഉള്ളൂർ നിയോജക മണ്ഡലത്തിൽ സമാനതകളില്ലാത്ത ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട MLA ഓരോ ദിവസവും നമുക്കിടയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള അധ്യക്ഷത വഹിക്കുന്നത് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള ശ്രീ PP രവീന്ദ്രൻ മാഷാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും 8:15 മണിയായിട്ട് ഈ മഴയത്തും ഇത്ര സമയം കാത്തുനിന്ന് നിങ്ങളെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. പക്ഷെ അതിലേറെ ത്യാഗം സഹിച്ചാണ് മന്ത്രി ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. രാവിലെ തിരുവനന്തപുരത്തെ പരിപാടിയിൽ മുഖ്യമന്ത്രിയോടൊപ്പം മനസ്സ് കാണിച്ചതിൽ നിങ്ങളുടെയൊക്കെ പേരിൽ മന്ത്രിയെ ഞാൻ പഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയാണ്. ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് നിലാവ് ഉറങ്ങാത്ത ഒല്ലുവിൽ. അതിൻ്റെ ഭാഗമായിട്ട് ഈ ആകാശ വിളക്കുകൾ ഏറ്റവും അധികം അനുവദിച്ച് കിട്ടിയിട്ടത് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിനാണ്. നമ്മുടെ 23 വാർഡുകളിലും അതിൽ കോൺഗ്രസ്, BJP, CPI, CPM എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ട്. വികസനത്തിൻ്റെ കാര്യത്തിൽ യാതൊരു രാഷ്ട്രീയവും നോക്കാതെ ആവശ്യപ്പെട്ട ഇടങ്ങളിലെല്ലാം ഈ വിളക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് രാത്രിയിൽ ജോലി കഴിഞ്ഞ് വരുന്ന സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും പുരുഷന്മാർക്കായാലും സധൈര്യം റോഡിലൂടെ സഞ്ചരിക്കാവുന്ന രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഈ വിളക്ക് അനുവദിച്ചു തന്ന മന്ത്രിയെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം ഈ വിളക്ക് തെളിയിച്ചുകൊണ്ട് ഇരുട്ടത്ത് നിൽക്കുന്ന നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ട് ആ സന്തോഷം ആസ്വദിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും ഇപ്പോഴാണ് കൈയടിക്കേണ്ടത്. ഇന്നലെ നിയമസഭ അവസാനിക്കുന്നതുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ പരിപാടികളെല്ലാം ഉദ്ഘാടനം ചെയ്യാമെന്നുള്ളത് കൊണ്ട് രാവിലെ മുതൽ ഈ മണ്ഡലത്തിൽ ആകെ പരിപാടി എടുക്കുന്നതാണ്. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കേരളം ലോക ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു ദിവസമാണ്. കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ കപ്പൽ കമ്പനി അതിൻ്റെ 16 മീറ്റർ താഴത്തേക്ക് പോകേണ്ടി വരുന്ന ഒരു കപ്പൽ ഇന്ത്യ രാജ്യത്ത് മറ്റൊരു തുറമുഖത്തിലും നങ്കൂരം ഇടാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു കപ്പൽ നമ്മുടെ മദർ പോർട്ടായി മാറിയിട്ടുള്ള വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട് ഏതാണ്ട് വീടിൻ്റെ മുമ്പിൽ കാറ് പാർക്ക് ചെയ്യുന്നത് പോലെ കണ്ടെയ്നർ എടുക്കാൻ നേരിട്ട് ക്രെയിനുകൾക്ക് അവസരം കിട്ടാവുന്ന വിധത്തിൽ അതിൻ്റെ തീരത്തോട്ട് പാർക്ക് ചെയ്യുന്ന നമ്മുടെ സ്വപ്നങ്ങൾ തീരത്തോട്ടെടുത്ത സമ്പന്നമായൊരു ദിവസമായിരുന്നു. സ്വാഭാവികമായിട്ടും രാവിലെ തിരുവനന്തപുരത്ത് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം റവന്യൂ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ മാത്രമല്ല പോർട്ടിൻ്റെ ഡയറക്ടർ കൂടിയാണെന്നുള്ളത് കൊണ്ട് അതിൽ പങ്കെടുത്ത് മാഷ് പറഞ്ഞ പോലെ നാളെ നേരെ ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ്. ഉച്ചവരെയുള്ള എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തു. പക്ഷേ ഇത് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് നേരത്തെ ഫിക്സ് ചെയ്തു എന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് ഒരു ദിവസം തന്നെ നേരത്തെ നിശ്ചയിച്ച് അനിത പോസ്റ്റർ ഇട്ടപ്പോൾ ഞാൻ തന്നെ ഒരു ദിവസം പോകാൻ പറ്റുമെന്ന് നോക്കിയിട്ട് വീണ്ടും മാറ്റിയതാണ്. അപ്പോൾ ഇനിയും മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ നിർവഹിച്ച് പോകാം എന്ന് കരുതി വന്നതാണ്. മാഷ് പറഞ്ഞ പോലെ നിലാവുറങ്ങാത്തുള്ളൂ എന്ന പേരിൽ നേരത്തെ മുതൽ അനിത പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന ഞാൻ MLA ആയിരിക്കുന്ന ആദ്യഘട്ടം മുതൽ ആരംഭിച്ച് സ്ട്രീറ്റ് മെയിൻ വരിക്കലും അതുപോലെ തന്നെ ആകാശ വിളക്കുകൾ സ്ഥാപിക്കലുമായി ഏതാണ്ട് 300ഓളം ആകാശ വിളക്കുകൾ നമ്മുടെ മണ്ഡലത്തിൽ ആകെ സ്ഥാപിച്ചു വരികയാണ്. ഹൈമാസ് ലൈറ്റ് വേണം എന്ന് തോന്നുന്നിടത്ത് അങ്ങനെയും മിനിമാസ് ലൈറ്റ് വേണം എന്ന് തോന്നുന്നിടത്ത് അങ്ങനെയും എനിക്കോ മെമ്പർക്കോ തോന്നുന്നതല്ല, അതിൻ്റെ സാങ്കേതിക ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിച്ച് സിൽക്ക് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഇതിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ചുമതല വഹിക്കുന്നത്. അവരുടെ കൂടി ഭാഗമായി അവരുടെ കൂടി നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ സ്ഥാപിച്ചത്. 3 വർഷക്കാലത്തെ ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ ആ വിധത്തിൽ ഈ പ്രവർത്തനം ഇത് ആവശ്യപ്പെട്ടതനുസരിച്ച് പഞ്ചായത്ത് കൂടി ആലോചിച്ച് നൽകിയ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിവിടെ നൽകിയിട്ടുള്ളത്. ഇനം വാർഡിൽ മാത്രമല്ല നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നതുകൊണ്ട് അവസരത്തിൽ